ദേവാമൃതം. നമസ്കാരം. ആധുനികതയിലേക്ക് നാം പാഞ്ഞെടുക്കുമ്പോൾ നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന പൈതൃക വഴികളെ നമ്മിലേക്ക് തിരിച്ചെടുപ്പിക്കുവാൻ ശ്രമിക്കുന്ന ദേവാമൃതത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ദേവാമൃതം. ഇന്ന് 1192 ആണ്ട് വൃശ്ചിക മാസം 3-ാം തീയതി, അതായത് 2016 നവംബർ മാസം 18-ാം തീയതി. ഇന്ന് വെള്ളിയാഴ്ചയാണ്. നക്ഷത്രം 54 നാഴിക പുണർന്നു, ബാക്കി പൂയവുമാണ്. പതിവ് പോലെ ജ്യോതിഷ പങ്ക്തിയിൽ നമ്മളോടൊപ്പം ഉള്ളത് സർ ഡോക്ടർ പദവികൾ ഉൾപ്പെടെ നിരവധി ദേശീയവും അന്തർദേശീയമായ പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളതും 40 വർഷത്തിലധികമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മേൽശാന്തിയെ സേവനമനുഷ്ഠിച്ചിട്ടുള്ളതും സർവോപരി നമുക്ക് ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് ഒട്ടനവധി അറിവുകൾ പകർന്നു തരുന്നതുമായ നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ കുടമാളൂർ ശർമാജിയാണ്. വളരെ സ്നേഹാദരങ്ങളോടെ അദ്ദേഹത്തെ നമുക്ക് ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ശർമാജി. നമസ്കാരം. ഇന്നത്തെ കത്തിലേക്ക്. ബഹുമാന്യ ശർമാജി, എൻ്റെ പേര് മിഥുൻ. ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നു. ഇവിടെ വന്നിട്ട് 4 കൊല്ലമായി. ഇതുവരെ നല്ല ഒരു ജോലി ലഭിച്ചിട്ടില്ല. പല കമ്പനികൾ മാറി, ഒരു നേട്ടവും ഉണ്ടാകുന്നില്ല. എപ്പോഴാണ് നല്ല സ്ഥിര ജോലി ലഭിക്കുന്നത്? ഇതുവരെ വിവാഹമൊന്നും ആയിട്ടില്ല. ആ കാര്യം കൂടി ഒന്ന് നോക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൂരുരുട്ടാതി ഒടുവിൽ 15 നാഴികയും ഉത്രട്ടാതിയും രേവതിയും ചേരുന്ന 2 നക്ഷത്രം അടങ്ങുന്നതാണ് മീനം എന്ന് പറയുന്ന രാശി. മിഥുൻ മീനൻ രാശിയിൽപ്പെട്ട ആളാണ്. ദുബായിൽ ജോലി ചെയ്യുന്നു. 4 വർഷമായി നല്ലൊരു ജോലി കിട്ടിയിട്ടില്ല. പല കമ്പനികൾ മാറി മാറി പോകുന്നു, ഒരു നേട്ടവും ഉണ്ടാക്കുന്നില്ല എന്നാണ്. ഇദ്ദേഹത്തിന് ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിൽ, പ്രത്യേകിച്ചും ലഗ്നത്തിൽ തന്നെ ചന്ദ്രനും നിൽക്കുന്നു. 7-ാം ഭാവം ബുധൻ്റെ ക്ഷേത്രവും സ്വക്ഷേത്രവും ഉച്ചക്ഷേത്രവും ഒക്കെ ആയതുകൊണ്ട് ബുധൻ എന്ന് പറയുന്ന ആ ഭദ്രായോഗകാരകനായ ബുധൻ 7-ാം ഭാവത്തിൽ കന്നി രാശിയിൽ തന്നെ പ്രാപിച്ചു നിൽക്കുന്നു. കൂടാതെ ഈ രാശിക്കാർക്ക് 2016 ആഗസ്റ്റ് മാസം 11-ാം തീയതി മുതൽ ഒരു വർഷത്തേക്കിന് നിവൃത്തി സ്ഥാനമായ ലഗ്നത്തിൻ്റെ 7-ാം ഭാവത്തിലേക്ക് വ്യാജഗ്രഹം ചാരവശാൽ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ സഞ്ചരിച്ച് ഒരു വർഷം കഴിയുമ്പോൾ ആ വ്യാഴം നിവൃത്തി സ്ഥാനത്ത് പരിപൂർണമായി ഭ്രമണപഥത്തിലെത്തുകയും പിന്നീട് 8-ാം രാശിയിലേക്ക് മറിയുകയും ചെയ്യുന്നു. അങ്ങനെ 7-ാം രാശി സഞ്ചരിക്കുന്ന വ്യാഴത്തെ 7-ാമത്തെ വ്യാഴം എന്ന് പറയുന്നു. ഈ സമയം ഉദ്യോഗാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനുള്ള യോഗവും, ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് പ്രമോഷൻ മുതലായത് കാംക്ഷിക്കുന്നവർക്ക് അതിനുള്ള യോഗവും, വിവാഹാദി മംഗളകർമ്മസിദ്ധി വളരെ കാലമായിട്ട് അല്ലെങ്കിൽ തടസ്സപ്പെട്ട് അല്ലെങ്കിൽ ഇണങ്ങിച്ചേരാതെ കിടക്കുന്നവർക്ക് വിവാഹാദി മംഗളകർമ്മസിദ്ധി നടക്കേണ്ട കാലവും, ഒരു പെരയും വസ്തുവും ഒക്കെ ഉണ്ടാവണം എന്ന് മോഹിച്ച് കഴിയുന്നവർക്ക്, പല കാലങ്ങളായി തടസ്സപ്പെട്ട് കിടക്കുന്നവർക്ക് ഒരു ചെറിയ പെരയെങ്കിലും ഉണ്ടാവാനുള്ള യോഗവും, പെരയുള്ളവർക്കൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്ക് അതിനുള്ള ഭാഗ്യവും, പഴയ വാഹനങ്ങൾ വാങ്ങി പുതിയ വാഹനം വാങ്ങുകയോ ഒരു വാഹനം തന്നെ പുതുതായിട്ട് വാങ്ങാനുള്ള യോഗവും, ഇതിനൊക്കെ വേണ്ട ലോൺ, ചെട്ടി, പരസഹായങ്ങൾ, അപ്രതീക്ഷിതമായ സാമ്പത്തിക ലബ്ധി, ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്ന കാര്യാദികൾ എന്നിവയാൽ വരുന്ന സിദ്ധി, പരിജനങ്ങളിൽ നിന്നുമുള്ള സഹായ ലബ്ധികൾ, ഇവയെല്ലാം ഒത്തുചേർന്ന് വന്നേക്കാവുന്ന സാഹചര്യവും മീനൻ രാശിപ്പെട്ട പൂരുരുട്ടാതിയുടെ ഒടുവിൽ 15 നാഴികയും ഉത്രട്ടാതി നക്ഷത്രവും രേവതി നക്ഷത്രവും ചേരുന്ന 2 നക്ഷത്രക്കാർക്ക് ഉണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട കലാകാരന്മാർക്കും കലാകാരികൾക്കും കലയുമായി ബന്ധപ്പെട്ടവർക്കും ഒരവസരം കിട്ടാനായി മോഹിച്ച് കഴിയുന്നവർക്ക് സുവർണാവസരം വീണ് കിട്ടാനുള്ള യോഗമുണ്ട്. കവികൾക്കും ഗായകർക്കും മറ്റുള്ള അതുപോലുള്ള കലാകാരന്മാർക്കും ഒരവസരം വീണ് കിട്ടാനുള്ള യോഗങ്ങൾ ഈ അവസരത്തിലുണ്ട്. കമിതാക്കൾ പ്രേമം മതിയാക്കി വിവാഹത്തിലേക്ക് കലാശിക്കുവാനും ഏറെക്കുറെ ഇരു കൂട്ടരുടെയും വീട്ടുകാർ തമ്മിൽ വിവാഹത്തിന് ഒത്താശ ചെയ്യാനും സാഹചര്യങ്ങളുണ്ട്. ഏതെങ്കിലും ഡൈവേഴ്സ് സംബന്ധമായ കേസുകൾ ഒക്കെ കോടതി കച്ചേരികളിൽ കിടന്ന് ഉലയുന്ന ദമ്പതികൾക്ക് ഇവിടെ കോംപ്രമൈസ് ആവാനും വിട്ടുവീഴ്ചകളിലൂടെ വീണ്ടും പുനർജീവനം ഒത്തൊരുമിച്ച് പോകുവാനും ദാമ്പത്യം ഭംഗിയായിട്ട് കൊണ്ടുപോകാനുമുള്ള സാധ്യതകളും, കുട്ടികളില്ലാതെ വിഷമിക്കുന്നവർക്ക് ചികിത്സകളിലൂടെ പ്രാർത്ഥനകളിലൂടെയൊക്കെ ഒരു സന്താന ജനനത്തിനുമൊക്കെയുള്ള പൊതുവെ ഒരു നല്ല കാലഘട്ടം ഈ രാശിക്കാർക്ക് തുടങ്ങിയിരിക്കുന്നു. മിഥുനും പുതിയ ഒരു ജോലി കിട്ടാനുള്ള യോഗം വൈദേശികപരമായി നിൽക്കും. പക്ഷേ കമ്പനി മാറാൻ സാധ്യത കാണുന്നുണ്ട്. കമ്പനി മാറി കാറ്റഗറി മാറി ഉള്ള ജോലി കിട്ടാനുള്ള യോഗം തുടങ്ങുന്നുണ്ട്. ഇതൊക്കെ ആണ് എങ്കിലും വ്യാഴം
എന്ന് പറയുന്ന ആ വ്യാജഗ്രഹം വ്യാജക്ഷേത്രത്തിലല്ല, ബുധക്ഷേത്രത്തിലാണ്. ആശയപരമായി ഈ രണ്ട് ഗ്രഹങ്ങൾ തങ്ങളിൽ പോരാട്ടമുള്ളതാണ്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും വ്യാഴം എന്ന് പറയുന്ന ഗ്രഹവും സ്വഭാവത്തിൽ ആശയപരമായിട്ട് ഇവർ തങ്ങളിൽ തർക്കമുള്ളതിനാൽ ഈ കൈ കിട്ടാനായിട്ട് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഈ പറഞ്ഞ ഭാഗ്യങ്ങൾക്ക്, ഭാഗ്യാനുഭവങ്ങൾക്കും മംഗളകാര്യങ്ങൾക്കും വസ്തുഗ്രഹവാഹനാദികൾക്കും ഉദ്യോഗത്തിനും പ്രമോഷനും എന്ന് വേണ്ട വൈദേശിക യാത്രകൾക്കും ഒക്കെ എല്ലാ സാഹചര്യങ്ങളും വന്ന് ചേർന്ന് കഴിഞ്ഞെന്നാലും ഒരു ചെറിയ അനുഭവദോഷങ്ങൾ അല്ലെങ്കിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന കർമാനുഷ്ഠാനങ്ങൾ അതിൽ വിശ്വസിക്കുന്നവർക്കും അല്ലെങ്കിൽ ജ്യോതിഷപരമായ പ്രതിവിധിയായ ഭാഗ്യസൂക്തം എന്ന കർമ്മങ്ങളും ചെയ്യുന്നത് വളരെ നല്ലതാണ്. ആ തടസ്സങ്ങൾ വഴിമാറും, സഹായങ്ങൾ നേർവഴിക്ക് വരും, ഈശ്വരാനുഗ്രഹം വന്നെത്തും, അഭീഷ്ടങ്ങൾ സാധിക്കും. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഈ ഭാഗ്യസൂക്തം എന്ന് പറയുന്ന മന്ത്രങ്ങൾ ഇപ്പോൾ ചൊല്ലാം. അത് സ്വസ്തിക പത്മമിട്ട് ജലഗന്ധ പുഷ്പധൂപദീപ ജലാന്തം ഭാഗ്യദേവതകളെ ആവാഹിച്ച് പേരും നക്ഷത്രവും ചേർത്ത് ഈ പറഞ്ഞ ദുരിതാനുഭവങ്ങൾ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ ജീവിതാഭിവൃദ്ധികൾക്ക് വേണ്ടി കാംക്ഷിക്കുന്നവർക്കും വിവാഹം, ഉദ്യോഗം, വിദേശയാത്ര, പ്രമോഷൻ അതുപോലെ തന്നെ പൊതുപ്രസ്ഥാനങ്ങളിലേക്കൊക്കെ കടക്കാൻ താല്പര്യപ്പെടുന്നവർക്കും ഈ ഭാഗ്യസൂക്തം ഒരു അനുഗ്രഹീതമായിരിക്കും. ഓം പ്രാതരഗ്നിം പ്രാതരിന്ദ്രം ഹവാമഹേ പ്രാതന്മിത്ര വരുണ പ്രാതരസ്വന പ്രാതർഭകം പൂഷണം ബ്രഹ്മണസ്പതിം പ്രാതസോമവരുദ്രം ഹുവേമ പ്രാതർജിതം ഭഗം ഉഗ്രം ഹുവേമ വയം പുത്രമതിധീര്യോ വിദഗ്ധ ആത്രച്ഛിദ്രം മന്യമാനസ്തുരച്ഛിദ്രാജ ഛിദ്യം ഭഗം ഭക്ഷിത്യാഹ ഭഗപ്രണേത ഭഗസത്യരാതോ ഭഗേമാധി ഉദവാദിതന്ന ഭഗ പ്രണോജനേ ഗോപിരശ്വേ ഭഗ പുനർഭം നിർവന്ദസ്യാമ ഉദേതാനിം ഭഗവന്ദസ്യാമോദ പ്രഭിത്വ ഉദമധ്യേ അഹന്നാം ഉദോതിതാ മകവൻ ധൂരസ്യ വയം ദേവാനാം സുമുദോ സ്യാമ ഭഗ ഏവ ഭഗവസ്തു ദേവാസ്തേന വയം ഭഗവന്തസ്യാമ തന്ദ്വാ ഭഗ സർവയിജോഹവീതി സനോ ഭഗപുര ഏതാഭവേഹ സമധ്വരായോ ശസോനമന്ദതിദിക്രാവേവ ശുചയേ പതായ അർവാചീനം വസുവിദം ഭഗന്നോ രഥമിവാശ്വാ വാചിന ആവഹന്തു അശ്വാവതിർഗോമതീർണ ഉഷാസോ വീരവതി സതമുച്ഛന്തു ഭദ്രാ കഥം ദുഹാന വിശ്വത പ്രപീതാ യൂയം പാതസ്വസ്തിഭിः സദാന ഓം വ്യോമമഗ്നേ ഭാഗിനം സന്ദമധാഭാഗം ചികീർഷതി അഭാഗം അഗ്നേ തൻകൃതി മാമഗ്നേ ഭാഗിനം ഗുരു. അതിവിശേഷമായി ഭാഗ്യസൂക്തങ്ങൾ കൊണ്ടുള്ള പേരും നക്ഷത്രവും ചേർത്ത് ഭാഗ്യസൂക്ത ഹോമമോ ഭാഗ്യസൂക്ത പൂജയോ ഭാഗ്യസൂക്താനുഷ്ഠാന കർമ്മങ്ങളോ ഭാഗ്യസൂക്ത പുഷ്പാർച്ചനകളോ ഭാഗ്യസൂക്ത യന്ത്രമോ ധരിച്ച് പുഷ്യരാഗരത്നവും കൂടി ധരിച്ച് വന്നു കഴിഞ്ഞെന്നാൽ ഈ സൂചിപ്പിച്ച മേഖലകളിൽ ഉള്ള തടസ്സങ്ങൾ മാറി ഓരോ വിവിധ മേഖലകളിൽ അഭിവൃദ്ധി വരുവാനും വിവിധ മേഖലകളിൽ അഗ്രഗണ്യന്മാരാകുന്നതിനും തടസ്സങ്ങളുമാകുന്നതിനും അഭീഷ്ടസിദ്ധിക്കുമൊക്കെ ഈ പറഞ്ഞ പ്രതിവിധികൾ നല്ലതാണ്. ഇപ്രകാരം ചെയ്ത് ദോഷപ്രജകൾ മാറ്റിക്കഴിഞ്ഞാൽ നല്ല സ്ഥിരമായ ജോലി മിഥുന കിട്ടും. അതുപോലെ തന്നെ വിവാഹവും നടന്നു കിട്ടുന്നതാണ്. ജ്യോതിഷ പങ്ക്തിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. ജ്യോതിഷപരമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ ഡോക്ടർ കുടമാളൂർ ശർമാജിയിൽ നിന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. പ്രശ്നപരിഹാരങ്ങൾ സ്വായത്തമാക്കാവുന്നതാണ്. ദേവാമൃതം